എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ.കെ. തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേറ്റിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ ക്ലാസ്സാണിത്. 10 മിനിറ്റ് കൊണ്ട് 10 ഇംഗ്ലീഷ് ടിപ്സ്. നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് ടിപ്സുകൾ നമ്മുടെ മെയിൻ ചാനലുണ്ട്. മെയിൻ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഒരു 30 ക്ലാസ് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും കയറി കാണണം. മൈ ഡിയർ ടീച്ചേഴ്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷ് ടിപ്സ് കിട്ടും. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരുപാട് സമയം കളഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ അനുസരിച്ച് തയ്യാറാക്കിയ ടിപ്സുകളാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇംഗ്ലീഷ് ഗ്രാമർ ABCD അറിയാത്തവർക്ക് പോലും, ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസ് അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന ടിപ്സുകളാണ്. ഒന്നാമത്തെ ടിപ്സ്, ഡാഷ് ഗോൾഡ് ഈസ് പ്രഷ്യസ്. സ്വർണം അമൂല്യമാണ്. എ ആൻഡ് ദ ആർട്ടിക്കിൾ, നോ ആർട്ടിക്കിൾ, അതാണ് സംഭവം. എ ആൻഡ് ദ, നോ ആർട്ടിക്കിൾ. എ ആണോ, ആനാണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ടോപ്പിക്കിൻ്റെ പേര് ആർട്ടിക്കിൾ. കേൾക്കുക. ഗോൾഡ്, സിൽവർ, കോപ്പർ, അയൺ തുടങ്ങിയ ലോഹങ്ങളും വാട്ടർ, വുഡ്, അങ്ങനെയുള്ള സോയിൽ, അങ്ങനെയുള്ള വസ്തുക്കളെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് മെറ്റീരിയൽ നൗൺ എന്നാണ്. എന്താ വിളിക്കുന്നത്? മെറ്റീരിയൽ നൗൺ. അതിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, മെറ്റീരിയൽ നൗൺ പൊതുവായി പറയുമ്പോൾ, ജനറലായി പറയുമ്പോൾ നോ ആർട്ടിക്കിൾ തന്നെയാണ്. എന്നാൽ പർട്ടിക്കുലറായിട്ട് ഇന്നത് എന്ന് പറയുമ്പോൾ ദ ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണം, ഗോൾഡ് ഈസ് പ്രഷ്യസ്, സ്വർണം അമൂല്യമാണ്, പൊതുവായി പറയുന്നു. എന്നാൽ ഈ ചോദ്യം കണ്ടോ, ഡാഷ് ഗോൾഡ് യൂസ്ഡ് ഇൻ ദിസ് റിംഗ് ഈസ് പ്രഷ്യസ്. ഈ മോതിരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം പ്രഷ്യസ് ആണെന്ന് പറയുമ്പം സ്വർണത്തെ പർട്ടിക്കുലറായിട്ട് പറയുന്നു. സ്വർണമല്ല, മറിച്ച് ആ മോതിരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണമാണ്. അപ്പോൾ ദാ ഉപയോഗിക്കണം. വേറൊരു ഉദാഹരണം, ഡാഷ് വാട്ടർ ഈസ് പ്രഷ്യസ്, വെള്ളം അമൂല്യമാണ്. വാട്ടറിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ വേണോ? വേണ്ട, നോ ആർട്ടിക്കിൾ. എന്തുകൊണ്ട്? വെള്ളം അമൂല്യമാണെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഡാഷ് വാട്ടർ ഇൻ ദിസ് വെൽ ഈസ് പൊല്യൂട്ടഡ്, ഈ കിണറ്റിലെ വെള്ളം എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ മുമ്പിൽ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. മനസ്സിലായോ? റൂൾ ഒന്നും കൂടെ പറയാം. മെറ്റീരിയൽ നൗൺ പൊതുവായി പറയുമ്പോൾ നോ ആർട്ടിക്കിൾ, എന്നാൽ പർട്ടിക്കുലറായിട്ട് പറയുമ്പോൾ ദ ഉപയോഗിക്കണം. എല്ലാ ലോഹങ്ങളും വാട്ടറും ഒക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 2, ഐ വിൽ ഹാവ് ഡൺ ഇറ്റ്. കോമ ഇട്ട് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ആ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ്, സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ഈ സെൻറ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സെൻറ്റൻസിൽ 2 സഹായക്രിയയുണ്ട്. വില്ല് വന്നാൽ നെഗറ്റീവ് ആക്കുമ്പം, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ, വോണ്ട് ഐ എന്ന് വരും. ഹാവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹാവിൻ്റെ ഐ എന്ന് വരും. ഐ ആണ് പ്രോനൗൺ. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കണം. അതുകൊണ്ടാണ് 2 ഇൻറ്റ് വന്നത്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഒരു സെൻറ്റൻസിൽ 2 സഹായക്രിയ വന്നാൽ ടാഗ് എഴുതാൻ വേണ്ടി ഏത് സഹായക്രിയ എടുക്കും? ടിപ്സ് പഠിച്ചു വെച്ച ഒരു സെൻറ്റൻസിൽ 2 സഹായക്രിയ വന്നാൽ ടാഗ് എഴുതാൻ വേണ്ടി ആദ്യത്തെ സഹായക്രിയ ഉപയോഗിക്കണം. ആൻസർ വോണ്ട് ഐ. എപ്പോഴും വിൽ ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ്, ഇങ്ങനെയായിരിക്കും 2 സഹായക്രിയ വരുന്നത്. അതിൽ രണ്ടാമത്തെ എപ്പോഴും ഹാവ് ആയിരിക്കും, അതെടുക്കരുത്. ആദ്യത്തെ മോഡൽ ഓക്സിലറി വെർബായ വില്ല്, ഷാള്, ക്യാന്, ഗുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആണ് എടുക്കേണ്ടത്. വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ടാണ്. പഠിച്ചു വെക്കുക. 3, ഐ ആം പ്ലീസ്ഡ് ഡാഷ് മൈ ഡെസ്റ്റിനി. പ്രിപ്പോസിഷൻ, പ്ലീസ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? പ്ലീസ്ഡ് വിത്ത്. ഇനി ടിപ്പിലേക്ക് കടക്കാം. പ്ലീസ്ഡ്, ടീംഡ്, ഇൻഫെസ്റ്റഡ്, പോപ്പുലർ, ഫെമിലിയർ, ഈ വാക്കുകൾക്ക് ശേഷം എല്ലാം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്താണ്. പഠിച്ചു വെക്കുക. പ്ലീസ്ഡ്, ടീംഡ്, ഇൻഫെസ്റ്റഡ്, പോപ്പുലർ, ഫെമിലിയർ, ശേഷം വിത്ത് ഉപയോഗിക്കുന്നു. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ഔട്ട്? ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ടിപ്സ് ക്ലാസ്സുകളിൽ ഇത് കണ്ടു കാണും. വുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ രൂപത്തിലുള്ളൊരു ഒരു അപേക്ഷയാണ്, ചോദ്യ രൂപത്തിലുള്ള അപേക്ഷയാണ്. ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആൻസർ പോസ്റ്റ് അല്ല, പോസ്റ്റഡ് അല്ല, ആൻസർ പോസ്റ്റിംഗ് ആണ്. കാരണം വുഡ് യു മൈൻഡിന് ശേഷം ING അഥവാ ജറണ്ട് ഉപയോഗിക്കണം. അപ്പം വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ എന്ന് എഴുതുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ഔട്ട്. വുഡ് യു മൈൻഡിന് ശേഷം ഈഫ് വന്നാൽ ING എഴുതരുത്, V2.
അഥവാ ആ വെർബിൻ്റെ പാസ്റ്റ്, ഗോയുടെ പാസ്റ്റ് വെൻറ്റ്. ആൻസർ വെൻ്റാണ്. രണ്ടെണ്ണം പഠിച്ചു വെച്ചു, ഒരു റൂളും അതിൻ്റെ എക്സെപ്ഷനും. വുഡ് യു മൈൻഡിന് ശേഷം ഉടനെ ഡാഷ് വന്നാൽ അതൊരു റിക്വസ്റ്റ് ആണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും, ചോദ്യ രൂപത്തിലുള്ള റിക്വസ്റ്റ് ആണ്. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, അത് ING ആണ്. വുഡ് യു മൈൻഡിന് ശേഷം ഉടനെ ഡാഷ് വന്നാൽ ING. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. എന്നാൽ വുഡ് യു മൈൻഡിന് ശേഷം ഈഫ് വന്നാൽ, വുഡ് യു മൈൻഡ് ഈഫ് ഐ ഓപ്പൺഡ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് ഈഫ് ഐ പോസ്റ്റഡ് ദ ലെറ്റർ. V2 ഉപയോഗിക്കണം. ഹി ഇൻസിസ്റ്റഡ് മീ ഓൺ ഡാഷ് വയലിൻ. ഇൻസിസ്റ്റഡ് ഓൺ എന്ന് പറയുന്ന പ്രയോഗത്തിന് ശേഷം ING. ഇൻസിസ്റ്റഡ് ഓൺ. ഏതൊക്കെ വാക്കിന് ശേഷം? ഇൻസിസ്റ്റഡ് ഓൺ, മുമ്പേ പറഞ്ഞ വുഡ് യു മൈൻഡ് റിക്വസ്റ്റ് കാണിക്കുന്നത്, ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജക്റ്റഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ, അക്കസ്റ്റംഡ് ടു. കണ്ടോ? വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ. ഈ പറയുന്ന പ്രയോഗങ്ങൾക്ക് ശേഷം വിത്ത് എ വ്യൂ ടു ഒരെണ്ണമുണ്ട്. ഈ പറയുന്ന പ്രയോഗങ്ങൾക്കെല്ലാം ശേഷം ജെറണ്ട് ഉപയോഗിക്കണം. നിങ്ങൾ ING എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഡാഷ് വന്നാൽ ING തപ്പി എഴുതിയാൽ മതി. ഹി ഇൻസിസ്റ്റഡ് മീ ഓൺ പ്ലേയിങ് വയലിൻ. അവൻ എന്നെ വയലിൻ വായിച്ചാൻ നിർബന്ധിച്ചു. ഇൻസിസ്റ്റഡ് മീ ഓൺ. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, റിക്വസ്റ്റ് ആണ്. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു. ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സീ യു എന്നല്ല, സീയിങ് യു, കാത്തിരിക്കുക, എക്സ്പെക്റ്റ് എന്ന. ഒബ്ജക്റ്റഡ് ടു, എതിർക്കുക. മൈ ഫാദർ ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്ക് അല്ല, സ്മോക്കിംഗ് എന്നാണ്. അക്കസ്റ്റംഡ് ടു, പതിവാണ്, ശീലമാണ്. ഐ ആം അക്കസ്റ്റംഡ് ടു വാക്ക് അല്ല, വാക്കിംഗ്, എനിക്ക് നടന്ന് ശീലമാണ്. ഹി കെയിം ഹിയർ വിത്ത് എ വ്യൂ ടു കില്ലിങ് യു. അവനിവിടെ വന്നത് നിന്നെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. വിത്ത് എ വ്യൂ ടു കില്ലിങ് യു എന്ന് പറയും. ഇൻസിസ്റ്റഡ് ഓൺ, വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, വിത്ത് എ വ്യൂ ടു, ശേഷം ING ഉപയോഗിക്കണം. സോ മൈ ഡിയർ ടീച്ചേഴ്സ്, എൻ്റെ ടിപ്സ് ബുക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. 600ഓളം ടിപ്സ് ഉണ്ട്. കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന ഗ്രാമറാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കും മക്കൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം. 9847928178 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ ആ ബുക്ക് അയച്ചു തരാം. ഓക്കെ. ഓഫ് ദ 2 ബ്രദേഴ്സ് രാജു ഈസ് ദ ഡാഷ്. ടോപ്പിക്കിൻ്റെ പേര് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. നിങ്ങൾ കുട്ടിക്കാലം മുതൽ കേട്ട് കാണും. ടാള്, ടാളർ, ടാളസ്റ്റ്. ഇത് നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലേ? ഇതിനെ പോസിറ്റീവ് ഡിഗ്രി എന്നും, ഇതിനെ കമ്പാരറ്റീവ് ഡിഗ്രി എന്നും, ഇതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നുമാണ് വിളിക്കുന്നത്. സാധാരണ ഇംഗ്ലീഷിൽ ദ ഉപയോഗിക്കുന്നത് റൂൾ അനുസരിച്ച് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പാണ്. ദ ടാളസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്, ദ സ്ട്രോങ്ങസ്റ്റ്, ദ ബെസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്, അങ്ങനെ പറയും. ഇപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിലാണ് ദ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരം വരേണ്ടത് ഏതാ? ദ. കമ്പാരറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ദ ഉപയോഗിക്കത്തില്ല, ശേഷം ദാൻ ഉപയോഗിക്കും. ടാളർ ദാൻ, ഗ്രേറ്റർ ദാൻ, ബെറ്റർ ദാൻ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചാണ് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത്. മുമ്പിൽ ദ ഉണ്ടെങ്കിൽ ടാളസ്റ്റ്, ശേഷം ദാൻ ഉണ്ടെങ്കിൽ ടാളർ. ഇനിയാണ് ഉത്തരത്തിലേക്ക് വരുന്നത്. ഇവിടെ തിരിച്ചാ. ഇവിടെ ദായ്ക്ക് ശേഷമാണെങ്കിൽ ഉത്തരം ടാളറാണ്. ഒരേ ഒരു കേസാണ് എക്സെപ്ഷനാണ്. എന്തായിരിക്കും അത്? ബാക്കി എല്ലാ കേസുകളിലും ദ വന്നാൽ ടാളസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് വന്നത്? കാരണം ഓഫ് ദ 2. ഓഫ് ദ 2 രണ്ട് പേരുടെ കാര്യം പറയാം. ഓഫ് ദ 2 എന്ന് തുടങ്ങിയാൽ ദായ്ക്ക് ശേഷമാണെങ്കിലും കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ഒരു സെൻറ്റൻസ് ഓഫ് ദ 2 എന്ന് തുടങ്ങിയാൽ ദായ്ക്ക് ശേഷമാണെങ്കിലും കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ആ റൂൾ എഴുതി വെച്ചു. അപ്പോൾ ഓഫ് ദ 2 സിസ്റ്റേഴ്സ് സീത ഈസ് ദ സ്മാർട്ടർ എന്നാണ് പറയുന്നത്. ദ സ്മാർട്ടസ്റ്റ് എന്ന് പറയത്തില്ല. ഇത് തിരിച്ചും വരാം. രാജു, തുടക്കത്തിൽ ഓഫ് ദ 2 വരണമെന്നില്ല. രാജു ഈസ് ദ ഡാഷ് ഓഫ് ദ 2 ബ്രദേഴ്സ്. കണ്ടോ? അവിടെയും ടാളറാണ്. ഓഫ് ദ 2 അവസാനം വന്നാലും മതി. മനസ്സിലായല്ലോ? ഇനി കേട്ടോണം. അടുത്ത പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ടീച്ചേഴ്സ്. ഓഫ് ദ 3, ഓഫ് ദ 4. 2വിന് ശേഷമുള്ള ഏത് നമ്പർ വന്നാലും ടാളസ്റ്റാണ്. ഓക്കെ. 2 മാത്രം വന്നാലേ ടാളർ എഴുതൂ. ഓഫ് ദ 3 ബ്രദേഴ്സ് രാജു ഈസ് ദ ടാളസ്റ്റ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയവണ്ണേ ഉപയോഗിക്കത്തുള്ളൂ. 3, 4, 5 പിന്നെ അങ്ങോട്ട് ഏത് നമ്പർ പറഞ്ഞാലും പഴയ റൂള് തന്നെയാണ് ടാളസ്റ്റ്. ഓക്കെ. ദായ്ക്ക് ശേഷം എപ്പോഴും സൂപ്പർലേറ്റീവാണ്. ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ ഓഫ് ദ 2 എന്ന് വരുമ്പോൾ മാത്രം ടാളർ. 7. ഐ നീഡ് ഇറ്റ് ടു ഗോ. ആൻസർ ഡോണ്ട് ഐ ആണോ നീഡിൻ്റെ ഐ ആണോ? സംശയം വരും. കാരണം നിങ്ങൾക്ക് അത്ര ഗ്രാമറിന് പിടുത്തം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ ചോദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല. ഗ്രാമർ അറിയാവുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം നീഡ് ഇംഗ്ലീഷിലെ ഒരു സഹായക്രിയ. മസ്റ്റ്, ഓട്ട്, ഡെയർ, നീഡ് എന്ന് പറയുന്നത് സഹായക്രിയ. പക്ഷേ
ഇതിൻ്റെ ഉത്തരം ഡോണ്ട് ഐ എന്നാണ്. ഞാൻ പറയുന്ന ഇക്വേഷൻ പഠിച്ചു വെക്കണം. ചോദ്യത്തിൽ നീഡ് വന്ന ഡു, നീഡിറ്റ് ടു വന്നാലും ഡു, നീഡ്സ് വന്ന ഡസ്, നീഡഡ് വന്ന ഡിഡ്, നീഡിൻ്റ് വന്ന നീഡ്. ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഐ നീഡ് ഹിം, ഐ നീഡ് ഹിം. നീഡാണെങ്കിൽ ഡോണ്ട് ഐ, നീഡ് വന്ന ഡു. ഹീ നീഡ്സ് മീ, നീഡ്സ് വന്ന ഡസ്, ഡസിൻ്റെ ഹി. കണ്ടോ? ഹീ നീഡഡ് മീ, നീഡഡ് വന്ന ഡിഡ്, ഹീ നീഡഡ് മീ, ഡിഡിൻ്റെ ഹി. കണ്ടോ? ഡിഡിൻ്റെ ഹി. നീഡിറ്റ് വന്ന ഹീ നീഡിറ്റ് ടു ഗോ, ഐ നീഡിറ്റ് ടു ഗോ എന്ന് പഠിച്ചു. അതാണ് സബ്ജക്റ്റ് വെർബ്. ഐ നീഡിറ്റ് ടു ഗോ, ഡോണ്ട് ഐ. നീഡിറ്റ് വന്നാലും ഡു ആണ്. എന്നാൽ ഐ നീഡിൻ്റ് കം, നീഡിൻ്റ് വന്നാൽ ആൻസറിൽ നീഡ് എഴുതണം. എന്ത് മനസ്സിലായി? ഇതെല്ലാം വെർബാ. നീഡ്, നീഡ്സ്, നീഡഡ്, നീഡ് ടു, ഇതെല്ലാം വെർബാണ്. അത് ഓക്സിലറി വെർബല്ല. കാരണം നീഡിൻ്റെ അതേ സ്പെല്ലിംഗ് ഉള്ള ഒരു വെർബുണ്ട് ഇംഗ്ലീഷിൽ. നീഡ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നീഡിൻ്റെ എന്ന് വരും. എന്ത് മനസ്സിലായി? നീഡ് ഓക്സിലറി വെർബ് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നീഡിൻ്റെ വരുന്ന കേസിൽ മാത്രമാണ് സഹായക്രിയയായിട്ട് നീഡ് ഉപയോഗിക്കുന്നത്. ആ കേസിൽ മാത്രം ഉത്തരത്തിൽ നീഡ് വന്നാൽ മതി. അല്ലാത്ത കേസുകളിൽ എസ് വന്നാൽ ഡെസ്സും, നീഡഡ് വന്നാൽ ഡിഡും, നീഡ് വന്നാൽ ഡൂവുമാണ്. പഠിച്ചു വെച്ചാൽ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ആൻസർ ഡോണ്ട് ഐ. ദ യങ് വൺ ഓഫ് ലയൺ, ലയണിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്നത് കബ് എന്നാണ്. എന്താ വിളിക്കുന്നത്? കബ്. കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികൾ പറ. ലയൺ, ടൈഗർ, കടുവ, സിംഹം, കടുവ, ബെയർ, കരടി, ഹൈന. ഹൈന, ഹൈന. ഹൈനയുടെ സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം, എനിക്ക് പെട്ടെന്നൊരു സംശയം. ലയൺ, ടൈഗർ, ബെയർ, ഹൈന. ഹൈന എന്ന് പറഞ്ഞാൽ കഴുതപ്പുലി. ചീറ്റ, സ്പെല്ലിങ് തെറ്റുണ്ടെങ്കിൽ തിരുത്തിയാക്കണേ. ഹൈനയുടെ സ്പെല്ലിങ് പെട്ടെന്ന്. ചീറ്റയുടെ സ്പെല്ലിങ് കറക്റ്റാണ്. ചീറ്റപ്പുലി, ലിയോപാഡ്, ലെപ്പാഡ്, പുള്ളിപ്പുലി. മനസ്സിലായല്ലോ? ഇവയുടെ എല്ലാം കുഞ്ഞുങ്ങളെ ലയൺ, ടൈഗർ, ബെയർ, ഹൈന, ചീറ്റ, ലെപ്പാഡ്, ഇവയുടെ എല്ലാം കുഞ്ഞുങ്ങളെ വിളിക്കുന്ന കബ് എന്നാണ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള മാംസഭോജികളായുള്ള ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് കബ് എന്ന് വിളിക്കുന്നത്. സസ്യഭോജികളെ കാഫ് എന്നാണ് വിളിക്കുന്നത്. കാഫ്. അങ്ങനെ ഓർത്ത്. ഇപ്പോൾ എലിഫൻറ്റിൻ്റെ കുഞ്ഞ് കാഫ, ബഫല്ലോ, കന്നുകാലികളുടെ എല്ലാം കുഞ്ഞിനെ കാഫ് എന്നാണ് വിളിക്കുന്നത്. ഹിപ്പോപ്പൊട്ടാമസ്, കാരണം വെജിറ്റേറിയനാണ്. ഹിപ്പോപ്പൊട്ടാമസ് വെജിറ്റേറിയനാണോ? അതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏതാണ്, കാണ്ടാമൃഗം, റൈനോസർ, അതിൻ്റെ കുഞ്ഞിനെയും കാഫ് എന്നാണ് വിളിക്കുന്നത്. വെജിറ്റേറിയൻ കഴിക്കുന്ന ജീവജാലങ്ങളുടെ കുഞ്ഞിനെ കാഫ് എന്നാണ്. അല്ലാത്ത ഇതെല്ലാം മാംസഭോജികളാ, കാർണിവോറസ, ഇവരുടെ കുഞ്ഞുങ്ങളെ കബ് എന്നാണ് വിളിക്കുന്നത്. വൊക്കാബുലറി ടിപ്പാണ്. ഹി റോട്ട് ദ ലെറ്റർ ഡാഷ് എ പെൻ. പേന കൊണ്ട് എഴുതി എന്ന് പറയുമ്പോൾ ആൻസർ വിത്ത, വിത്ത് എ പെൻ. ഉപകരണങ്ങൾക്ക് മുമ്പാണ് വിത്ത് ഉപയോഗിക്കുന്നത്. വിത്തിന് രണ്ട് ഉപയോഗമാണ്. ഒന്ന് വിത്ത് കൂടെ ഒപ്പം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. കം വിത്ത് മീ, എന്നോടൊപ്പം വരൂ, അവിടെ ഒപ്പം എന്ന അർത്ഥം. എന്നാൽ ഉപകരണങ്ങൾക്ക് മുമ്പിലും വിത്ത് ഉപയോഗിക്കും. ഇൻസ്ട്രുമെൻറ്റ്സ്. ഫോർ ഉദാഹരണം, കത്തി, വാക്കത്തി, പിച്ചാത്തി, കോടാലി, തോക്ക്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് മുമ്പ് വിത്ത്. വിത്ത് എ ഗൺ, വിത്ത് എ നൈഫ്, കത്തി, വിത്ത് എ ഡാഗർ, കടാര, വിത്ത് എ പെൻ, പേന കൊണ്ട് എഴുതി, വിത്ത് എ പെൻസിൽ. ടിപ്പ് വരുന്നു, ഹി റോട്ട് ഇറ്റ് ഡാഷ് റെഡ് ഇങ്ക്. മഷിയിൽ എഴുതി എന്ന് പറയുമ്പം ഈ വിത്തല്ല, ഇന്നാണ്. പേന, പെൻസിൽ, സ്കെച്ച് പെൻ എന്നൊക്കെ പറയുമ്പം വിത്താണ്, അത് ഉപകരണമാണ്. എന്നാൽ മഷി എന്ന് പറയുമ്പോൾ ഒരു ഉപകരണം അല്ല, ഒരു മീഡിയമാണ്, അതുകൊണ്ട് ഇന്നാണ്. മഷിയിൽ എഴുതി, പേന കൊണ്ട് എഴുതി. ഇൻ ഇങ്ക്, ഇൻ റെഡ് ഇങ്ക്, ഇൻ ബ്ലൂ ഇങ്ക്, ഇൻ ബ്ലാക്ക് ഇങ്ക്. പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഹി ഡിഡ് ഇറ്റ് ഡാഷ്. ലാസ്റ്റ് ടിപ്പാണ്. ഇംഗ്ലീഷിലൊരു ഒരു പ്രോനൗൺ ഉണ്ട്, അതിൻ്റെ പേര് എംഫാറ്റിക് പ്രോനൗൺ എന്നാണ്. എന്തോ വിളിക്കുന്നത്? എംഫാറ്റിക് പ്രോനൗൺ. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതിനെ വിളിക്കുന്ന പേര് റിഫ്ലക്സീവ് പ്രോനൗൺ എന്നാണ്. എന്തോ വിളിക്കുന്നത്? റിഫ്ലക്സീവ് പ്രോനൗൺ. എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലക്സീവ്, ഇത് രണ്ടും ഒന്നാണെന്ന് ആദ്യം പഠിക്കുക. ഒരുപാട് പ്രോനൗൺ ഉണ്ട്. ഐയുടെ മൈസെൽഫാണ്. ഞാൻ ഈ രണ്ടാമത് എഴുതുന്നതാണ് ഈ എംഫാറ്റിക് പ്രോനൗണിനകത്ത് വരുന്നത്. മൈസെൽഫ്. വിയുടെ അവർ സെൽസ്, അവർ സെൽസ് ആണ്. എന്ത് മനസ്സിലായി? സെൽഫും സെൽസും എന്തോ മനസ്സിലായി? ഒരാളെ ഉള്ളെങ്കിൽ സെൽഫ്, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ സെൽസ്. വി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, സെൽസ്. യു നീ എന്നും പറയും, നിങ്ങളെന്നും പറയും. അപ്പോൾ രണ്ടും വരും. യുവർ സെൽഫും ഉണ്ട്, യുവർ സെൽസും ഉണ്ട്. അർത്ഥവ്യത്യാസം നോക്കിയാൽ മതി. ഒരാളെ കാണിക്കുകയാണ് യു എങ്കിൽ യുവർ സെൽഫ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കാണിക്കുകയാണെങ്കിൽ യുവർ സെൽസ്.
ഹി ഒരാളാണ്, ഹിംസെൽഫ്. കറസ്പോണ്ടിങ് ആയിട്ട് എഴുതണം. ഷീ ആണെങ്കിൽ ഹെർ സെൽഫ്, സെൽഫാണ്. ഇറ്റ് ആകുമ്പം ഇറ്റ് സെൽഫ്, ഒന്നേ ഉള്ളൂ. ഇത് മൂന്നും സിംഗുലറാണ്. ഇനി ദേ പ്ലൂറൽ ആയതുകൊണ്ട് ദം സെൽസ്. അപ്പം ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്നാണ് പറയുന്നത്, ഹി ഡിഡ് ഇറ്റ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്, ദേ ഡിഡ് ഇറ്റ് ദം സെൽസ് എന്നാണ് പറയുന്നത്. ഇനി ആൻസർ പറ. ഹിംസെൽഫ്. ഐ മൈസെൽഫ്, വി അവേഴ്സെൽസ്, യു യോർസെൽഫ്, യോർസെൽസ്, ഹി ഹിംസെൽഫ്, ഷീ ഹെർസെൽഫ്, ഇറ്റ് സെൽഫ്, ദേ ദംസെൽസ്. ഇവയെ വിളിക്കുന്ന പേര് ഇപ്പോൾ ഹിംസെൽഫ് എന്താണ്, ദംസെൽസ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് എംഫാറ്റിക് പ്രൊനൗൺ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. പഠിച്ചു വെക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള കേറ്ററ്റ് കോഴ്സ് വളരെ ഗംഭീരമായിട്ട് ചലഞ്ചർ ആപ്പിൽ പുരോഗമിക്കുന്നു. ചലഞ്ചർ ആപ്പ് ഒരുപാട് വളർന്നു കഴിഞ്ഞു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. രാജേശ്വരി മിസ്സ്, ഞാൻ, വിശാഖ് സാറ്, ശ്രീകുട്ടി മിസ്സ്, അതുപോലെ തന്നെ സദാശിവ സാറ്, വിഷ്ണു സാറ്, ഒരു വലിയ നിര തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അതുകൊണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുക, ഞങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കേറ്ററ്റ് എന്ന് പറയുന്ന സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും. താങ്ക് യു ടീച്ചേഴ്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഇത് പ്രയോജനപ്പെടും. പരീക്ഷ കഴിഞ്ഞും ഗ്രാമർ പഠിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അധ്യാപകരുടെ കമൻറ്റ് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. സോ കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.